ദേശീയ തലത്തിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന UGC നെറ്റ് പരീക്ഷ വീണ്ടും വലിയൊരു വിവാദത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. പരീക്ഷാ നടത്തിപ്പിലെ സുതാര്യത ചോദ്യം ചെയ്യപ്പെടുന്ന വാർത്തകളാണ് ഇപ്പോൾ രാജ്യ തലസ്ഥാനത്തു നിന്നും പുറത്തു വരുന്നത്. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതിലും തർജ്ജമ ചെയ്യുന്നതിലും വൻ പിഴവുകൾ സംഭവിച്ചുവെന്നും ഇതിനു പിന്നിൽ AI സാങ്കേതിക വിദ്യയുടെ അശാസ്ത്രീയമായ ഉപയോഗവുമാണെന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. മുൻപ് NTIയുടെ പരീക്ഷാ നടപടികളുമായി സഹകരിച്ചിരുന്ന മുതിർന്ന അക്കാദമിക് വിദഗ്ധർ തന്നെയാണ് ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കാനും അവ വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്താനും മനുഷ്യ പ്രയത്നത്തിന് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ് ഏജൻസി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് എന്നാണ് കണ്ടെത്തൽ. സാധാരണയായി ചോദ്യപേപ്പർ രൂപകൽപ്പന ചെയ്ത ശേഷം അക്കാദമിക് വിദഗ്ധരുടെ പാനൽ അത് കൃത്യമായി പരിശോധിക്കാറുണ്ട്. എന്നാൽ ഇത്തവണ അത്തരം യാതൊരുവിധ പരിശോധനകളും നടന്നിട്ടില്ല. AI നൽകിയ വിവരങ്ങൾ അതേപടി ചോദ്യപേപ്പറാക്കി മാറ്റിയതാണ് വലിയ തോതിലുള്ള അബദ്ധങ്ങൾക്ക് കാരണമായതെന്ന് വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നു. ഇതിന് പിന്നാലെയാണ് ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കുന്നതിൽ NTA കടുത്ത കാലതാമസം നേരിട്ടതെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രംഗത്തെത്തിയിട്ടുണ്ട്. ചോദ്യങ്ങൾ തയ്യാറാക്കാൻ AI ഉപയോഗിച്ചിട്ടില്ലെന്നാണ് ഏജൻസിയുടെ ഔദ്യോഗിക വിശദീകരണം. നിലവിലുള്ള സൂചിക പൂർണ്ണമായും സുതാര്യവും കൃത്യതയുള്ളതുമാണ്. ഉദ്യോഗാർത്ഥികൾ സമർപ്പിച്ച പരാതികളും ആക്ഷേപങ്ങളും പരിശോധിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതിയെയും നിയമിച്ചിട്ടുണ്ട്. ഈ സമിതിയുടെ അന്തിമ വിലയിരുത്തലിന് ശേഷം മാത്രമേ ഔദ്യോഗിക സൂചിക പുറത്തുവിടൂ എന്നും NTA അറിയിച്ചു. എന്നാൽ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി എന്നീ വിഷയങ്ങളുടെ പരീക്ഷകളിൽ ഗുരുതരമായ പിഴവുകൾ മുൻപ് തന്നെ കണ്ടെത്തിയതിനെ തുടർന്ന് ആ വിഷയങ്ങളിലെ പരീക്ഷകൾ NTA റദ്ദാക്കിയിരുന്നു. ദേശീയ പരീക്ഷാ വിവാദങ്ങൾക്ക് പുറമെ റായ്പൂരിൽ നിന്നുള്ള മറ്റൊരു പരീക്ഷാ ചോർച്ചാ വാർത്തയും വിദ്യാർത്ഥികളെ ആശങ്കയിലാഴ്ത്തുന്നു. റായ്പൂർ ഇന്ദിരാഗാന്ധി കാർഷിക സർവകലാശാലയിലെ BSc അഗ്രികൾച്ചർ 2ാം വർഷ പരീക്ഷയുടെ ചോദ്യപേപ്പർ സോഷ്യൽ മീഡിയ വഴി ചോർന്നതായി സ്ഥിരീകരിച്ചു. 34 കോളേജുകളിലെ വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയുടെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് മുൻപ് തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ചോദ്യങ്ങൾ പരിശോധിച്ചപ്പോൾ യഥാർത്ഥ ചോദ്യപേപ്പറുമായി 70% സാമ്യതയുണ്ടെന്ന് സർവകലാശാല അധികൃതർ തന്നെ കണ്ടെത്തി. സംഭവം വലിയ വിവാദമായതോടെ സർവകലാശാല തലത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ട ഇത്തരം പ്രധാന പരീക്ഷകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപാകതകൾ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി തന്നെയാണ് അനിശ്ചിതത്തിലാക്കുന്നത്. മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ പരീക്ഷാ ഏജൻസികളുടെ ഇത്തരം വീഴ്ചകൾ വലിയ തിരിച്ചടിയാകുന്നു. ചോദ്യപേപ്പറുകളിലെ സുതാര്യത ഉറപ്പുവരുത്താൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അടിയന്തരമായി ഇടപെടണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആവശ്യം. മത്സര പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ NTA എടുക്കുന്ന നിലപാടുകൾ നിർണായകമാകും.